Welcome to another episode of Heal to Heal. My name is Raji Shiju and I am here as the host for this podcast today. I have Pastor Shiju, who is in the ministry for almost 25 years, and we have been working towards healing or supporting many people to heal out of their traumatic life. And today in this podcast, we are going to discuss one of the most prominent topics that almost everyone is aware of, and the topic is fear. So welcome, Pastor Shiju. ഇത്രയും തിരക്കിനിടയിൽ നമ്മുടെ കൂടെ ഇരിക്കുവാനും ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ടോപ്പിക്കിൻ്റെ ഡിസ്കഷന് വേണ്ടി ഐ എം റിയലി ഓണർഡ് ടു ഹാവ് യു ഹിയർ. സോ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു ഒത്തിരി 10-25 വർഷങ്ങളുടെ മിനിസ്ട്രിയിലാണ്, ആൻഡ് യു ഹാവ് യുവർ ഓൺ ലൈഫ് ഓൾസോ. ഒത്തിരി പല ടൈപ്പിലുള്ള ആൾക്കാരെ പാസ്റ്റർ കാണാനിടയായിട്ടുണ്ട്, പലവരുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഭയം എന്ന കാര്യം പലവർക്കും പല രീതിയിലുണ്ട് അല്ലേ? അപ്പം അതിനെക്കുറിച്ചൊന്ന് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിയേഴ്സ് ഓവറോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നമുക്കൊന്ന് ബ്രോഡ്ലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ ക്യാൻ യു ടോക്ക് അബൌട്ട് ദാറ്റ് ഓർ ടെൽ ദി ഓഡിയൻസ് അബൌട്ട് ദാറ്റ്, ആ ഫിയറിനെ കുറിച്ച്? Okay, thank you for having me here. As we know that different kind of fear നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് ഒരു ഭയം ബാധിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുകുട്ടി മുതൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന വ്യക്തികളെ വരെയും ഭയം വിവിധ ഘട്ടങ്ങളിലായിട്ട് ബാധിക്കാറുണ്ട്. ഇത് പല സാഹചര്യങ്ങളിലൂടെ. അപ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പല വ്യക്തികളെയും പരിശോധിക്കുമ്പോൾ കുട്ടികളിൽ തുടങ്ങി ഒരുപക്ഷെ ബൈ ബർത്ത് അവർക്ക് ഭയത്തോടു കൂടി ജനിക്കുന്ന കുട്ടികളുണ്ട്. അത് സേർട്ടൻ ഒരു ഏജിൽ അവർക്കുണ്ടാകുന്ന പ്രത്യേക ഇൻസിഡൻറ്റുകൾ അവരുടെ ലൈഫിൽ ഭയമുണ്ടാക്കുന്ന അവസ്ഥകളുണ്ട്. പിന്നെ ഓരോ ഏജിലും ഒരുപക്ഷെ നമ്മൾ സമൂഹത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നാം കുട്ടികളായിരിക്കുമ്പോഴാണ് ഫിയർ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ലോകക്കാരുമായിട്ട് ഇടപെടുമ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അവരുടെ ഒരു ആഫ്റ്റർ 40 അല്ലെങ്കിൽ ഫാമിലി ലൈഫ് ആരംഭിക്കുന്നതിന് മുമ്പ്, ചിലരുടെ ലൈഫിനകത്ത് മാരേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ഫിയർ, സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന സ്റ്റഡിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫിയർ, എക്സാം ഫിയർ, അതുപോലെ ഫാമിലി ലൈഫിലുണ്ടാകുന്ന ഫിയർ, ഏർലി ഏജ് ആകുമ്പോൾ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമോ പാരൻസിന്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് അവരുടെ ലൈഫിനെ കുറിച്ചുള്ള ഫിയർ, ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഒരു ലൈഫിന് എവിടെ ചെന്ന് അവസാനിക്കും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫിയർ നമുക്ക് സമൂഹത്തിൽ പല മേഖലകൾ നമ്മൾ ആസ് എ പാസ്റ്റർ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പല മേഖലകൾ. ഒരു സ്പിരിച്വൽ ഇല്ലത്തിനകത്തുള്ള ഫിയർ വിവിധ രീതികളിൽ അവരുടെ കുട്ടിക്കാലം മുതൽ കേട്ടുവന്ന കഥകൾ, കുട്ടികൾക്കൊക്കെ ഒരു സമയത്തൊക്കെ നമ്മുടെയൊക്കെ ഒരു കുഞ്ഞുകാലത്തൊക്കെ നമ്മൾ കണ്ടുവരുന്നത് ഭയപ്പെടുത്തി ആഹാരം കൊടുക്കുക, ഉറങ്ങാൻ കിടത്തുമ്പോൾ ഉറങ്ങാൻ വേണ്ടി ഭയപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞിലേ മുതലേ അവരെ അനുസരിപ്പിക്കാൻ വേണ്ടി ഭയപ്പെടുത്തുക. അങ്ങനെ ഇലൂഷനുകൾ, ജനലിൽ വാതിൽ നിൽക്കുവാണ്, നിഴൽ നിൽക്കുവാണ്, ഗോസ്റ്റ് വരും, അല്ലെങ്കിൽ അപ്പം നമ്മുടെയൊക്കെ നാടൻ ഭാഷകളിൽ യക്ഷി വരും, ഭൂതം വരും അല്ലേ? ഐ റിമെമ്പർ മൈ മദർ ടെല്ലിങ് മീ, എൻ്റെ മമ്മി പറയായിരുന്നു ഫൂലൻദേവി വരുമെന്ന് ആ ഡോറിന്റെ ഹോളിന്ന്. അതെനിക്ക് എത്ര നാട് പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെ മരിച്ച ആൾക്കാർ വരും, വന്നു നോക്കുവാണ്, അല്ലെങ്കിൽ പല
കൺസെപ്റ്റുകൾ. പാമ്പ് വരും, നീ ഇപ്പോൾ ആഹാരം കഴിച്ചില്ലേ, ഉറങ്ങിയില്ലെങ്കിൽ പാമ്പ് വരും, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഭയപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ പലരുടെയും ലൈഫിനകത്ത്, ഈവൻ ഏതൊരു മനുഷ്യനും ഭയമില്ല എന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ ലൈഫിനകത്ത് ഏതൊരു, ഇപ്പം ഞങ്ങൾ ഒക്കെ ഭയമില്ല എന്ന് പറഞ്ഞാലും പണ്ട് കേട്ട കഥകളൊക്കെ വെച്ച് ചില വഴികളിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നും, പെട്ടെന്ന് ഈ കഥകൾ ഓർമ്മ വരും. ഇതാണല്ലോ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നേ. അപ്പോൾ ആ സ്ഥലങ്ങളിലെത്തുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ഭയം നമ്മുടെ ഹൃദയത്തിനകത്ത് വരികയും നമ്മൾ അവിടെ ഒന്ന് സ്റ്റക്കാകും. പിന്നെയും ധൈര്യം സംഭരിച്ച് മുമ്പോട്ട് പോകുമെങ്കിലും പല മേഖലകളിലും നമുക്ക് അവിടെ ഒരു അത് വരും. അപ്പോൾ ഭയമെന്ന് പറയുന്നത് ഇന്ന സെർട്ടൻ പീരിയഡിലുണ്ടാകുന്നു എന്നല്ല, ഒരു എൻ്റയർ ലൈഫിനകത്ത് ഏത് സമയത്തും ഒരു വ്യക്തിയെ പിടികൂടാം. ഏതൊരു വ്യക്തിയുടെയും ലൈഫിനകത്ത് ഭയം കയറാം. ഇവൻ നമ്മുടെ ഞാൻ കണ്ട ഒരു കാര്യം, ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അവിടെ ചെന്നപ്പോൾ റിസൈൻ ലെറ്റർ കിട്ടും, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടെർമിനേഷൻ ലെറ്റർ കിട്ടുമെന്ന് കണ്ടപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് ഭയപ്പെടുകയും ഒരു ആത്മഹത്യാ ടെൻഡൻസി കാണിക്കുകയും, നമ്മൾ ഈ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ജോലി നഷ്ടപ്പെട്ട ഒരു IT ഫീൽഡിലൊക്കെ ഉണ്ടായ ഒരു ക്രൈസിസ്. ആ സമയങ്ങളിൽ പലരും പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടത് ഒരു ഷോക്കായി, ഭയമായിട്ട് അവർ ആത്മഹത്യ ചെയ്തു. അവരുടെ ബിൽഡിങ്ങിൽ നിന്ന് ചാകുന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ചിലരുടെ മരണങ്ങൾ അവർക്ക് ഉണ്ടാക്കുന്ന ഭയമുണ്ടാക്കാറുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണം, അതായത് ഷോക്കുകൾ, പെട്ടെന്ന് ഉണ്ടാകുന്ന ശബ്ദങ്ങൾ, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ആക്സിഡൻറ്റുകൾ, അതൊക്കെ പലരുടെ ലൈഫിനകത്ത് അങ്ങനെയുള്ള വിവിധ മേഖലകളിലാണ് ഈ ഭയം ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത്. ഇപ്പോൾ എത്ര ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും ഏത് സെക്കൻഡിലും ചില ആൾക്കാർ മനോനില തെറ്റിപ്പോകുന്നത് പോലെ നമ്മുടെ അടുക്ക വരാറുണ്ട്. അതിൻ്റെ റീസൺ അതിൻ്റെ റീസൺ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ആ വ്യക്തിക്കുണ്ടായ ഭയം ഉണ്ടായ ഒരു പ്രത്യേക കാരണത്താൽ ഉണ്ടാകുന്ന ഭയമാണ്. പലപ്പോഴും ഹസ്ബൻഡും ഫാമിലി ലൈഫിനകത്ത് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഹസ്ബൻഡിൻ്റെ മരണമോ വൈഫിൻ്റെ മരണം, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ മരണം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ഭയം, ഇൻസെക്യൂരിറ്റി ഫീലിങ്സ്, അങ്ങനെയൊക്കെയുള്ള പല മേഖലകളിലും ഏതൊരു വ്യക്തിയെയും ഭയം പിടികൂടുകയും അവരുടെ ലൈഫിനകത്ത് അത് വല്ലാതെ, ഭയം ഒരു നിസാര വിഷയമല്ല. ഭയത്തെ നമ്മൾ വളരെ ശക്തമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഭയത്തിൻ്റെ മറ്റൊരു ഘടകമാണ്, ഞാൻ ചില നാളുകൾക്ക് മുമ്പ് കണ്ട റാഗിങ്ങിലൂടെ ഉണ്ടായ ഷോക്ക്. അത് അങ്ങനെ ഒരു വ്യക്തിയുടെ ലൈഫ്, ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ വീൽ ചെയറിലാണ്, 36 വയസ്സോളം ഉണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ, അത് ജന്മനാ വീൽ ചെയറിലാണോ, ഇങ്ങനെ ഒരു രോഗമാണോ? ഉള്ള മാതാപിതാക്കൾ പറഞ്ഞത്, എൻജിനീയറിംഗിന് പഠിക്കാൻ പോയപ്പോൾ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഈ ചെറുപ്പക്കാരനെ റാഗ് ചെയ്തു. ആ റാഗിങ്ങിൻ്റെ അഫക്റ്റ് എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഈ വ്യക്തി വീൽ ചെയറിലായി. അതിനെ മാതാപിതാക്കൾ ചെന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ഹൈ ലെവൽ ഫാമിലിയാണ്. പക്ഷേ അവർക്ക് പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയിട്ട് പോലും അവർക്ക് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോഴാണ് ഇതിലൂടെ നമ്മളൊരു റാഗിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കൂട്ടം പേർക്ക് എൻ്റർടൈൻമെൻറ്റാണ്, ഒരു രസകരമായ അനുഭവമാണ്. പക്ഷേ അത് അനുഭവപ്പെടുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒറ്റ നിമിഷം കൊണ്ട് വളരെ ഹെൽത്തായിരുന്ന ഒരു ഫിസിക്കലി ബെറ്റർ ആയിരുന്ന ഒരു വ്യക്തി ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അവൻ വീൽ ചെയറിലായി. കംപ്ലീറ്റ് ഒരു മെൻ്റൽ പേഷ്യൻ്റ് എന്ന പോലെ അതായിപ്പോൾ. അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയി വന്നിട്ട്. പക്ഷേ ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ നമ്മുടെ ചർച്ചിൽ ഇതുപോലെ തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയ ഒരു കുട്ടിക്ക് അവനെ റാഗിങ്ങിൻ്റെ അഫക്റ്റഡ് ആയിട്ട് നുരയും പതയും വന്ന്
അവൻ ആൾക്കാരുടെ ഫേസ് ചെയ്യാൻ പറ്റില്ല, തുടർന്ന് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ വന്ന ഒരു ചെറുപ്പക്കാരനെ ഡീൽ ചെയ്യാനും അവനെ ആ ഭയത്തിനകത്തു നിന്ന് അവൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കി അത് പുറത്തു കൊണ്ടുവരുവാനും നല്ലൊരു പിന്നത്തേതിൽ ആ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്ത് ആ വ്യക്തി നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അപ്പോൾ അതിനകത്തൊരു ആ ഭയത്തിൽ നിന്ന് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞു. അപ്പം അത്ര എഫക്റ്റാണ് ഈ ഭയം ഉണ്ടാക്കുന്ന അവസ്ഥ. നേരത്തെ ഞാൻ പറഞ്ഞു, ജോലി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഭയം ഒരു വ്യക്തിയെ വളരെ ഹൈ ലെവൽ, ഹൈ പൊസിഷനിൽ നിന്ന വ്യക്തിയെ ഒരു ഒരു എന്ത് ചെയ്യുക, ആ വ്യക്തി എന്ത് ചെയ്യുന്നു പോലും അറിയാത്തത്. ഇവിടെ ഞാൻ കാണുന്ന ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും ഭയമുണ്ട്, എല്ലാവർക്കും ഭയമുണ്ട്. ഇറ്റ്സ് എ വെരി വെരി നോർമൽ ഇന്നെവിറ്റബിൾ തിങ്. പക്ഷേ അവർക്ക് ഭയമുണ്ട് എന്ന് അംഗീകരിക്കാനോ പുറത്ത് കാണിക്കാനോ ഭയങ്കര പ്രയാസമാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. സേ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു കോർപ്പറേറ്റ് വേൾഡിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അനേകരെ കാണാറുണ്ട്. ലൈക്ക് ഐ കം അക്രോസ് സോ മെനി പീപ്പിൾ. അവരെ കാണുമ്പോൾ അവർ ചിരിക്കുവാണ്, നടക്കുവാണ്, എവറിത്തിങ് ഈസ് വെരി ഗുഡ് അബൌട്ട് ദം, നല്ല ഗ്ലാമറസ് ആയിട്ട് നടക്കുവാണ്. പക്ഷെ അവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര ഭയം ഫേസ് ചെയ്യുന്നുണ്ട്. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മേജർ തിങ്സ് ദാറ്റ് ഐ എം സീയിങ് ഇസ് ദ ഫിയർ ഓഫ് റിജക്ഷൻ. ഓക്കെ, അപ്പോൾ ആ റിജക്ഷൻ എന്ന് പറയുന്നത് പല മേഖലകളിൽ. ഇപ്പം ഞാനൊരു ജോലി സ്ഥലത്താണ്, എൻ്റെ കൂടെ 4-5 പേരുണ്ട് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ എൻ്റെ ടീമിൽ കുറച്ച് പേരുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇവർ എന്നെക്കാളും കൂടുതൽ കഴിവുണ്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഈ പൊസിഷനിൽ നിന്ന് റിജക്റ്റ് ആയിപ്പോകും. അങ്ങനെ അത് ഒരു ഈഗോയായി ക്രിയേറ്റ് ചെയ്ത് അങ്ങനത്തെ റിജക്ഷൻ വരും. ചില സമയത്ത് ജോലി മാറ്റിട്ട് ലെറ്റ്സ് കം ടു ഫാമിലി ലൈഫ്. ഫാമിലി ലൈഫിൽ വരുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി എപ്പോഴും ഒരു ഫാമിലി ലൈഫിലോട്ട് കയറുമ്പോഴത്തേക്ക് ഷീ കംസ് വിത്ത് എ ലോട്ട് ഓഫ് ഡ്രീംസ്. പക്ഷേ ഞാൻ വളരെ അടുത്തറിയുന്ന ഒരു സഹോദരിയുടെ ലൈഫിൽ അവരുടെ കുട്ടിക്കാലത്തിൽ വളരെ റിജക്ഷൻസ് ഉണ്ടായി. അപ്പൻ്റെ സൈഡിൽ നിന്നുള്ള റിജക്ഷൻ. ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലുള്ളപ്പോൾ അപ്പൻ പറഞ്ഞു ഇതെൻ്റെ മകളല്ല എന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ഉപദ്രവവും ഫിസിക്കൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ് എല്ലാം ഉണ്ടായി. അപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലാണ്, ഇത് അറിയുന്നത് പോലും ഇല്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ സഹോദരനും പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് അതിൻ്റെ അപ്പം പറഞ്ഞു ഇത് എൻ്റെ കുഞ്ഞല്ല, ഇതിനെ എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കുഞ്ഞ് വലുതായി ആ വളർന്നുകൊണ്ടിരുന്ന സമയങ്ങളെല്ലാം ഇറ്റ് വാസ് എ ട്രോമാറ്റിക് എക്സ്പീരിയൻസ്. വീട്ടിലുണ്ടാകുന്ന ഒരു എന്താ പറയണ്ടേ, ആ ട്രോമാറ്റിക് ഒരു എക്സ്പീരിയൻസ്, അപ്പൻ്റെ അമ്മയുടെ അടിയുടെ ഒക്കെ ഇടയ്ക്ക് they have gone, she went very depressed. അതിൻ്റെ ഏറ്റവും വലിയ ഭയം എന്തുവാണെന്നറിയോ? പുറത്തുള്ള ആൾക്കാരെ കാണുവാൻ. ഞാൻ പുറത്തോട്ട് പോയാൽ ആരെങ്കിലും എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നാൽ അത് നാണക്കേടാണ്. അപ്പോൾ ആരും എന്നെക്കുറിച്ച് അറിയല്ലേ എന്നുള്ള ഭയം. അപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ഭയം. ഈ വീട്ടിലുണ്ടാകുന്ന അടി ഉണ്ടാകുന്ന കാരണം ആ കുഞ്ഞിനറിയില്ല അത് അപ്പനും അമ്മയുടെ ഇടയ്ക്കുള്ള അടിയാണ്. അത് ഈ സൗണ്ടും ഈ ഭയമൊക്കെ അത് കണ്ടിട്ട് they feel that it is a problem with them. അവരതിനെ അങ്ങ് ഇൻറ്റേർണലൈസ് ചെയ്യും. അത് അവരിലെല്ലാം ഒരു പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവരതിനെ ഇൻറ്റേർണലൈസ് ചെയ്തിട്ട് ആൻഡ് ദെൻ ആസ് ഷി വാസ് ഗ്രോയിങ്, അപ്പം ആൾക്കാരെ കാണാനുള്ള ഭയം, നേരെ ചൊവ്വ ഒരു കാര്യം ചെയ്യാനുള്ള ഭയം, ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഭയം, ആരെങ്കിലും ഉറച്ച് സംസാരിച്ചാലുള്ള ഭയം, വീട്ടിൽ സിമ്പിൾ തിങ്സ് ലൈക്ക് ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞാണ് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന മസ്റ്റേർഡ് സീഡ്സ്. ഓക്കെ, അപ്പം ആ കുട്ടിയുടെ കുഞ്ഞുനാളിലൊക്കെ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് മസ്റ്റേർഡ് സീഡ് താഴെ വീണ് കഴിഞ്ഞാൽ വീട്ടിൽ അടി ഉണ്ടാകുമെന്ന്. അപ്പം ഇതിൻ്റെ അമ്മ കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ചെയ്യും, മസ്റ്റേർഡ് സീഡ് ഇടുമ്പോഴത്തേക്ക് കൊച്ചോടിയാണ് വരുന്നത്, ഒരു തുള്ളി പോലും താഴെ വീഴല്ലേ എന്ന്. ദ റീസൺ ബീങ് ഷീ സ്കേർഡ്, ഇതിൽ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ ഇവിടെ അടിയാണ്. അതുപോലത്തെ ഭയം. അതുകൊണ്ടൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് ഇവർ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവർക്കൊരു പക്ഷെ നല്ല IQ ലെവൽ കാണും, നല്ല കഴിവ് കാണും, പക്ഷേ they are not able to come out and show that because they are scared. How will I face people? And അത് മാത്രമല്ല, ഇവരുടെ ഇങ്ങനെ റിജക്ഷൻ ഫേസ് ചെയ്ത കുഞ്ഞുങ്ങൾ പലപ്പോഴും ഭവനത്തിൽ നിന്ന് അവർക്കൊരു സ്നേഹം കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും പുറത്തു പോയി അവർ സ്നേഹം തിരക്കും. ലൈക്ക് they get into relationships. ആ റിലേഷൻഷിപ്പിൽ കയറുമ്പോൾ അടുത്ത ഭയം എന്തുവാണ്, ഇവരെന്നെ വിട്ടിട്ട് പോയാൽ ഞാൻ എന്തോ ചെയ്യും. അപ്പം ആ റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് തന്നെ ഒരു ഭയത്തിലായിരിക്കും. ആൻഡ് ഓബ്വിയസ്ലി ഇന്നത്തെ കാലത്ത് ഇഷ്ടംപോലെ റിലേഷൻഷിപ്സ് ഉണ്ട്. ഈ പല റിലേഷൻഷിപ്സിൽ കയറിയ കുഞ്ഞ് സ്നേഹം തേടി ഒരു കുടുംബജീവിതത്തിലോട്ട് കയറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അവിടെയും ഭയം. ഫാമിലി ലൈഫിനകത്തേക്ക് ഒത്തിരി പേര് ഈ റീസെൻ്റ്ലി പലരും പറയുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കേണ്ട
ഞങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല. എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നത്, അവരുടെ അകത്തുണ്ടായിരിക്കുന്ന ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ഡിവോഴ്സുകൾ, വഴക്കുകൾ, ഡവറിയുമായി ബന്ധപ്പെട്ട് ഉള്ള പീഡിപ്പിക്കും, അല്ലെങ്കിൽ ചെന്ന് കയറുന്ന ഭവനത്തിൽ അമ്മായിയമ്മ പ്രശ്നമുണ്ടാകും, ഭർത്താവ് ചിലപ്പോൾ പീഡിപ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഓരോ ഇൻസിഡൻറ്റുകളും അവരുടെ അകത്ത് കയറുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, എന്തിനാണ് നമ്മൾ അതിലേക്ക്. ഒത്തിരി പേര് ഈ റീസെൻ്റ്ലി വിവാഹം കഴിക്കുന്നില്ല എന്ന് വയ്ക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അവരുടെ അകത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന, ഞങ്ങളുടെ വിവാഹം കഴിച്ചാലും ഇത് അധികം തുടർന്നു പോകില്ല, അത് വിത്തിൻ 5 years അത് ബ്രേക്ക് ആകും. അത് അങ്ങനെ അതിനെ ഫേസ് ചെയ്യാൻ, ആ കുടുംബ ജീവിതത്തെ ഫേസ് ചെയ്യാൻ, പിന്നെ ആ ഉത്തരവാദിത്തങ്ങളെ ഫേസ് ചെയ്യാൻ ഭയങ്കര അതെല്ലാം ഉളവാകുന്നത് ഈ ഭയത്തിൽ നിന്നുളവാകുന്ന ഘടകമാണ്. കാരണം കുടുംബജീവിതത്തിലേക്ക് കയറിയാലും ഏതൊരു മേഖലയിൽ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അനേകർ ഭയപ്പെടും. അത് വിവാഹ ജീവിതം, ഈവൻ പൊസിഷനുകൾ, ആണുങ്ങള്, സഹോദരിമാർക്ക് വേറെ മറ്റൊരു ഭയമാണ്. പക്ഷെ ഞാനിങ്ങനെ എൻ്റെ കൂടെ എപ്പോഴോ കണ്ട ഒരു കലീഗ് ഇങ്ങനെയാണ് പറഞ്ഞ്, വിവാഹ പ്രായമായി, അപ്പം നമ്മളെല്ലാവരും പറയുമല്ലോ സമയമായില്ലേ, എപ്പോഴാണ് ഗുഡ് ന്യൂസ് തരുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ സഹോദരൻ പറഞ്ഞു, അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, എനിക്ക് ഡൗട്ടാണ് എനിക്കിത് ഏറ്റെടുക്കാൻ പറ്റുമോ, എനിക്കൊരാളെ ഹാപ്പി ആക്കാൻ കഴിയുമോ, എനിക്ക് ഫൈനാൻഷ്യലി ആ വരുന്ന റെസ്പോൺസിബിലിറ്റീസ്, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ ലൈഫ് തന്നെ ശരിയല്ല, ഞാനിതൊക്കെ എങ്ങനെ എടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയാനിടയായിട്ടുണ്ട്. സോ ഞാൻ ഒരിക്കൽ ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി മാനേജർ, ആ ഡെപ്യൂട്ടി മാനേജറുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അവർ ചില വർഷങ്ങളായി അവർ ഡെപ്യൂട്ടി മാനേജറാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ ചോദിച്ചു, ഇതിനൊരു പ്രൊമോഷൻ വേണ്ടേ, ഒരു ടെസ്റ്റ് എഴുതണ്ടേ, എന്നും ഇത്ര വർഷമായി. ഒരു പക്ഷേ പുറകെ നിന്ന് വന്നവരെല്ലാവരും മാനേജർ പൊസിഷനും ചീഫ് മാനേജർ അല്ലെങ്കിൽ അത് ഹെഡ് മാനേജർ ആ പൊസിഷനിലേക്ക് AGM പൊസിഷനിലേക്ക് പോയി. പക്ഷേ ഈ ലേഡി വർഷങ്ങളായിട്ട് ഡെപ്യൂട്ടി മാനേജർ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളൊരു പൊസിഷൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ സഹോദരി പറഞ്ഞത്, എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഭയമാണ്, എനിക്ക് സാലറി അധികം കിട്ടിയില്ലെങ്കിലും സാരമില്ല, അത് ഏറ്റെടുക്കാൻ എനിക്ക് ഭയമാണ്, അതുകൊണ്ട് ഞാൻ ലൈഫ് ലോങ് ഇതിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെ ഈവൻ നല്ല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടും, വിദ്യാഭ്യാസമാകാം അല്ലെങ്കിൽ ഹയർ ലെവൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റികൾ വന്നിട്ടും, ഇവൻ നമ്മുടെ ഈ റീസെൻ്റ്ലി ചില വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് വിദേശത്തേക്ക് പോകാൻ അവർക്ക് ഭയമാണ്, ഫ്ലൈറ്റിൽ കയറാൻ ഭയം, ട്രെയിനിൽ കയറാൻ ഭയമാണ്, ബൈക്കിൽ കയറാൻ ഭയമാണ്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ രീതികളിൽ ഈ ഭയങ്ങൾ കാരണം അവരങ്ങ് പാരലൈസ് ആയി പോകുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും, അവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും, പക്ഷേ ഈ ദിസ് ഫിയർ പാരലൈസസ് ദം, അവരുടെ ഒറിജിനൽ പേർപ്പസിലോട്ടോ കോളിങ്ങിലോട്ടോ പോകാതെ. ഇപ്പം അനദർ കൈൻഡ് ഓഫ് ഫിയർ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് OCD. അപ്പം ഈ OCD ഉള്ളവർ എല്ലാവരും പറയും ഭയങ്കര വൃത്തിയാണ് എങ്ങനെയാണെന്നൊക്കെ, പക്ഷെ OCDയുടെ പല ലെവൽസ് ഉണ്ട്. കഴുകിയ പാത്രം പിന്നെയും കഴിവാണ്, പൊടിയുണ്ട്, ബെഡ് ക്ലീൻ ചെയ്യും, പിന്നെയും കഴുകി. ഭയമാണ്. എനിക്ക് എൻ്റെ ഒരു സ്നേഹിതനെ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കൈ കൊടുക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഷേക്കൻഡ് ചെയ്താൽ അദ്ദേഹം റൂമിൽ പോയി കഴുകും. വേറെ ഒരു അദ്ദേഹത്തിന്റെ ബെഡിൽ ആരെങ്കിലും ഇടുന്നാൽ ആ ബെഡ് മുഴുവൻ ക്ലീൻ ചെയ്തിട്ട് അടുത്ത ബെഡിലിരിക്കും. ഇതിന്റെ ഒരു എക്സ്ട്രീം കേസ് എൻ്റെ അടുത്ത് ഒരു കുട്ടി, എനിക്ക് ബട്ട് ഹി വാസ് മേ ബി 30 years, ആ സമയത്ത് എന്നോട് സംസാരിച്ച ഒരു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ, സോ ഹി വാസ് സെയിങ് വെൻ ഹി വാസ് ഇൻ ഹിസ് ടീൻസ്, ആ പ്രായത്തിൽ ഏർലി ടീൻസിൽ കയറിയപ്പം ഒരു ദിവസം സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുവാണ്. ഈ സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സഡനായിട്ട് പുള്ളിയുടെ മനസ്സിൽ ചിന്ത വരുവാണ്, ഈ സൈക്കിൾ ഓടിക്കുന്നത് ഞാൻ തന്നെയാണോ? ഇങ്ങനെ മനസ്സ് തന്നെ ഒരു വിഭ്രാന്തിയിലോട്ട് എത്തുന്ന പോലത്തെ ഒരു OCDയുടെ എക്സ്ട്രീം ലെവൽ. അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ റിക്കവർ ആയിട്ട് പുള്ളി ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയി.
ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ വളരെ ആവേശത്തോടെ ഭയങ്കര ആഗ്രഹത്തോടെ പോയതാണ്, നല്ല ഇതായിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് കത്തി കണ്ടു. ആ കത്തി കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിക്ക് സംതിങ് ഹാപ്പൻഡ് ആൻഡ് ഹി സ്റ്റിൽ നോട്ട് ഏബിൾ ടു ഓവർകം ദാറ്റ്. ഇത് എക്സ്ട്രീം ഈ OCD ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ കാരണം കൂടെ അവരുടെ ഫാമിലിയിൽ ചില ഐ ഹാവ് എ ഫ്രണ്ട്, ഷീ ഈസ് ലൈക്ക് എക്സ്ട്രീംലി വീട് ക്ലീൻ ആക്കണമെന്നൊക്കെ ഉള്ള ഒരു ടെൻഡൻസിയാണ്. പുള്ളിക്കാർക്ക് എല്ലാം കൺട്രോളിലായിരിക്കണം. ഈ സാധനം ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങിപ്പോയാൽ ഭയങ്കര ഡിസ്റ്റർബ് ആകും. പക്ഷേ ഞാൻ ഒന്നുകൂടെ സംസാരിച്ചപ്പോഴത്തേക്ക് മനസ്സിലാക്കിയത് ഈ കുട്ടിയുടെ അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആ അമ്മ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എല്ലാ സാധനവും ഇൻടാക്ട് പെർഫെക്റ്റ് ആയിട്ടിരുന്നില്ലെങ്കിൽ വളരെ ദേഷ്യപ്പെടുമായിരുന്നു. അപ്പോൾ ഈ ഭയം കൊണ്ടുണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ ലൈഫ് തന്നെ ഭയങ്കര ഓവർ സ്ട്രിക്റ്റ് സിസ്റ്റമാറ്റിക് ആയിപ്പോയി. അത് കാരണം സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഒരു രീതിയിലേ പോകാൻ പറ്റുള്ളൂ, ഫ്ലെക്സിബിൾ അല്ല ഒറ്റും. ആൻഡ് വെൻ ഷീ എൻറ്റർഡ് എ മാരിഡ് ലൈഫ് ഇത് നിമിത്തം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഈവൻ ദർ വാസ് അനദർ കേസ് വെയർ OCD എക്സ്ട്രീം കേസാണ്. മാരേജ് കഴിഞ്ഞിട്ട് ദ ഹസ്ബൻഡ് വാണ്ടഡ് ദ വൈഫ് ടു വാഷ് ഹർ മൗത്ത് വിത്ത് ഡെറ്റോൾ. എക്സ്ട്രീം OCDയുടെ ലെവൽ. അത് ഇതെല്ലാം ഈ OCD ആണെങ്കിലും ഈ ചില ആൾക്കാരുണ്ടല്ലോ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർക്ക് ലേഡീസ് ആണ്, ജെൻസ് ആണ്, പക്ഷെ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ എതിരെ വാഹനം വരുന്ന അത് ഭയങ്കര ഒരു അങ്ങനെയുള്ള കേസുണ്ട്. പിന്നെ ഈ സമയത്ത് ഇപ്പം നമ്മളൊരു എക്സാമിൻ്റെയൊക്കെ ടൈമിലേക്ക് പോവുക, എനിക്ക് ഈ സമയങ്ങളിൽ ഏറ്റവും ഒത്തിരി പേര് കോള് വരുന്ന ഒരു ടൈമാണ്. അത് വിവിധ വിഭാഗങ്ങളിൽ നിന്ന്. അപ്പോൾ ഇത്രയും ഈ ഭയപ്പെടുന്ന ഒരു മേഖലയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു സമയമാണ്. കാരണം എക്സാമിന് ആഴ്ചകൾക്ക് മുമ്പേ കുഞ്ഞുങ്ങൾ അസുഖം ഉണ്ടാകും. നമുക്കറിയാം, വയറുവേദന ഉണ്ടാകും, ലൂസ് മോഷൻ ഉണ്ടാകുന്നു, എക്സാമിന് മുമ്പ് പനി ഉണ്ടാകുന്നു. അപ്പോൾ അതിനേക്കാളും ഭയമാണ് പാരൻസിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ ഈ മാസം മുതൽ ഈ എക്സാം തീരുന്നത് വരെയുള്ള മാസങ്ങളിൽ എവറി ഡേ ഗെറ്റ് കോൾസ്. കാരണം ചിലത് കുട്ടികൾ തന്നെ വിളിക്കുന്നവരുണ്ട്, അവരുടെ പാരൻസിനെ കുറിച്ചും അറിയാവുന്നു. അപ്പോൾ ആ എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു സംഭവമാണ്. എക്സാം എഴുതാൻ, കാരണം എല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നതും എക്സാം ഹാളിൽ കയറുമ്പോൾ മറന്നു പോകുന്ന അവസ്ഥകൾ. അത് ഒരു ഫിയറിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. കാരണം ഇപ്പം നമുക്ക് തന്നെ ചില സ്റ്റേജ് ഫിയറും അതുപോലെയാണ്. സ്റ്റേജ് ഫിയർ ഉണ്ടാകുന്നത് നമുക്ക് അറിയാം എല്ലാം, പക്ഷേ സ്റ്റേജിൽ കയറുമ്പോൾ ഈ ഓഡിയൻസിൽ കാണുമ്പോൾ ഇതെല്ലാം മറന്നു. വെരി ട്രൂ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ലൈഫ് ലോങ് എന്തുണ്ടാകും, ഇതായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ആ ഫിയർ കണ്ടിന്യൂ ചെയ്യപ്പെടും. അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, അവർക്ക് കൊടുക്കുന്ന പ്രഷറിനകത്തു നിന്നുണ്ടാകുന്ന ഫിയർ. പാരൻസ്, നിങ്ങൾക്ക് മാർക്ക് കിട്ടണം, നിങ്ങൾക്ക് ഹൈ ടോപ്പ് ആകണം, നിങ്ങൾക്ക് സകലത്തിന് A+ കിട്ടണം. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ. അപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരു കുട്ടി കൂളായിട്ട് ചെന്നിരുന്ന് എക്സാം എഴുതി വരും. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്നവർക്കാണ് ഒരു മനസ്സിനകത്ത് ഏറ്റവും ഭയവും. പലപ്പോഴും ആ ഭയം അവരെ എക്സാം ഹാളിൽ എത്തിക്കാതെ വണ്ണം തടയപ്പെടുന്ന മേഖലകളാണ് പെട്ടെന്നുണ്ടാകുന്ന ശാരീരികമായ. അപ്പോൾ നോക്ക്, ആ ഒരു ഭയം മുഖാന്തരം അവരുടെ ഫിസിക്കലി അവർക്ക് പനി ഉണ്ടാകുന്നു, വയറുവേദന ഉണ്ടാകുന്നു, മറ്റ് പല ശാരീരിക അസ്വസ്ഥതകളുണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ വ്യക്തമായി ഡീല് ചെയ്യപ്പെടേണ്ട ഘടകങ്ങളാണ്. ഇപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എങ്ങനെ ഫിയേഴ്സിൻ്റെ ഓരോ മേഖലകളാണ്. ഒരു ചാലഞ്ച് ഞാൻ കാണുന്നത് ഒരു ഫിയർ ഇസ് ദി ഫിയർ ഓഫ് ട്രസ്റ്റിംഗ് പീപ്പിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുട്ടിക്കാലത്തോ അവർ വളർന്നു വരുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ അവർക്കൊരു റിജക്ഷനോ അല്ലെങ്കിൽ അവർ ഒത്തിരി വിശ്വസിച്ചവർ അവരെ പാതി വഴിക്ക് വിട്ടുപോയി, അല്ലെങ്കിൽ ആരവരെ സംരക്ഷിക്കണം അവർ തന്നെ നോവിക്കുന്ന വേദനകൾ, അങ്ങനത്തെ ഒത്തിരി ചാലഞ്ചസ് ഉണ്ട്. ലൈക്ക് ഐ നോ ഓഫ് children who have been abused by their own parents or maybe relatives. അപ്പോൾ ആരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണത്? അവർ തന്നെ അവരെ അബ്യൂസ് ചെയ്തു. And many of the people who are maybe into homosexual relationships
or many of the people who are facing these relationship issues, one of the major reasons is the lack of trust. അത് ഉരുവായത് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കൊണ്ടായിരിക്കും. പക്ഷേ അന്ന് മുതൽ ഒരു ലൈഫിലോട്ട് മറ്റൊരു ലൈഫിലോട്ട് കയറാൻ തന്നെ അവർക്ക് ഭയമായിരിക്കും. എന്ന് കഴിഞ്ഞാൽ സോ ലാക്ക് ഓഫ് പീപ്പിൾ ആർ നോട്ട് ഏബിൾ ടു ട്രസ്റ്റ് അതേഴ്സ്. അതുപോലെ തന്നെ ഞാൻ ഒരു മാതാവിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ആ മാതാവ് നല്ലപോലെ എന്താ പറയണ്ടേ, എല്ലാം ചെയ്ത് എല്ലാവരും നോക്കിക്കണ്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു മാതാവാണ്. പക്ഷേ ഈ മാതാവിന് വയ്യാതെ വന്നു, നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായപ്പോൾ മക്കൾക്ക് അവരുടെ അടുത്ത് ഓടിയെത്താൻ കഴിഞ്ഞില്ല. ആ ഒരു ഇൻസിഡൻറ്റ് ബൈ ഗോഡ്സ് ഗ്രേസ് ഷി വാസ് ഫൈൻ, ഫിസിക്കലി ഷീ ഗോട്ട് ഹീൽഡ്. പക്ഷെ ഇതിന് ശേഷം ആ മാതാവിൻ്റെ പേഴ്സണാലിറ്റി തന്നെ അങ്ങ് മാറി. പുള്ളിക്കാരിക്ക് പിന്നെ ആരെയും വിശ്വാസമില്ല, മക്കളെ വിശ്വാസമില്ല, ബന്ധുക്കാരെ വിശ്വാസമില്ല. സ്വന്തം മക്കളോട് അവർ അമ്മയ്ക്ക് ആവശ്യമുള്ള ഫൈനാൻസസ് എല്ലാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ മക്കളോട് തന്നെ ഒളിച്ച് ഫിനാൻസസിൻ്റെ കാര്യം ഒളിച്ചു വെക്കുക, എന്തെങ്കിലും മക്കളോട് കള്ളം പറയുക, മരുമക്കളോട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഒരു കുട്ടിയുടെ കാര്യം ഞാനിപ്പം കുറച്ച് ദിവസം മുമ്പേ കേട്ടതേ ഉള്ളൂ. ആ കുഞ്ഞ് വീട്ടിൽ നിന്ന് ബർത്ത്ഡേയുടെ അന്ന് കുട്ടി ഒരു വലിയ പാക്കറ്റ് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നു. ആ ചോക്ലേറ്റ്സ് കൊണ്ടുവന്ന് എന്താണ് അവരുടെ ഫ്രണ്ട്സ് തന്നാണ് പറഞ്ഞത്. ഏകദേശം 2000-3000 റുപ്പീസ് ചോക്ലേറ്റ്സ് ആണ് ആ കുട്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതെൻ്റെ കൂട്ടുകാർ തന്നതാണ്. കൂട്ടുകാരെടുത്ത് പറഞ്ഞു ഇതെൻ്റെ വീട്ടുകാർ മേടിച്ച് തന്നതാണ്. പക്ഷെ അവിടെ പുള്ളിക്കാരി ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെ പൈസ ഷീ സ്റ്റോൾ മണി. കാരണം എന്തുവാണ്? അവളുടെ ഒരു ഭയം, അവളുടെ ബർത്ത്ഡേയിൽ എല്ലാവരുടെ മുമ്പിൽ അവൾ ഏറ്റവും നന്നായിട്ടിരിക്കണം. ആൻഡ് ഷീ ഈസ് നോട്ട് ഏബിൾ ടു. സോ ഹർ ഫിയർ ഇസ് വാട്ട് ഇഫ് അതർ എൻ്റെ കൂട്ടുകാർ അവരുടെ കൂടെ ആ ലെവലിൽ എനിക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഐ മൈറ്റ് ബി ലെഫ്റ്റ് അലോൺ. അല്ലെങ്കിൽ ദാറ്റ് ട്രസ്റ്റ് പാർട്ട്, ആ ട്രസ്റ്റ് പാർട്ട് പല പല രീതിയിൽ. പിന്നെ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. മൊബൈൽ ഫോൺസ്. ഓക്കെ, പീപ്പിൾ ആർ അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ്. അതിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രീച്ച് ചെയ്യുമ്പോഴേ സമയത്തൊക്കെ നമ്മൾ പറയാറുണ്ട് ലൈക്ക് അവർക്ക് ആക്ച്വലി പ്രശ്നം എന്തുവാണ്? ദേ ആർ ഇൻ എ ഹാബിറ്റ് ഓഫ് ചാറ്റിംഗ്. ഈ ചാറ്റിംഗ് അവർക്ക് അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളോടുള്ള സ്നേഹമല്ല, പക്ഷേ ഈ ചാറ്റിങ്ങിനോട് അവരങ്ങ് അഡിക്റ്റഡ് ആകുവാണ്. എന്നാൽ ഇന്ന് ഗുഡ് മോർണിംഗ്, ചായ കുടിച്ചോ, കാപ്പി കുടിച്ചോ, ഇന്ന് വന്നില്ലെങ്കിൽ അവരങ്ങ് ഭയങ്കരമായിട്ട് ആൻഷ്യസ് ആകും. ബിക്കോസ് ദേ ആർ സോ ടൈഡ് അപ്പ് ടു ദോസ് മെസ്സേജസ് ദാൻ ദി ആക്ച്വൽ പേഴ്സൺ. ദിസ് ഈസ് അഗെയിൻ എ ഫീലിംഗ് ഓഫ് ഫിയർ ദാറ്റ് വാട്ട് ഇഫ് ദി അതർ പേഴ്സൺ ലീവ്സ് മീ. ആ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ദേ വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഭയം, പല രീതിയിലുള്ള ഭയം, ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടാതെ പോയാലോ, അല്ലെങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലോ, ഇങ്ങനെ പല പല രീതിയിൽ ദേ ഹാവ് ദിസ് ഫിയർ ഓഫ് ഫിയർ ഓഫ് ട്രസ്റ്റ് ഓർ റിജക്ഷൻ. ആൻഡ് അനദർ തിങ് ഇസ് ഇതൊക്കെ നമ്മൾ ഇമോഷണൽ ഫിയറിനെ പറ്റിയാണ് ഇതുവരെ പറഞ്ഞത്. ബട്ട് ദർ ആർ ഓൾസോ ഫിയേഴ്സ് ലൈക്ക് ഫിയർ ഓഫ് ഹൈറ്റ്, ഫിയർ ഓഫ് വാട്ടർ, ഫിയർ ഓഫ് ഭയങ്കര ലൈറ്റിൽ പോകുന്നത്, അങ്ങനെ പല പല രീതിയിൽ. സോ ഫിയർ ക്യാൻ ബി എനി മോഡ്. ബട്ട് ദർ ഈസ് ഓൾസോ എ പോസിബിലിറ്റി ഈ ഫിയർ നിമിത്തം, ഈ പല പല ഫിയേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഇത് നിമിത്തം അതിന്റെ റിസൾട്ട് വരുന്നത് രോഗങ്ങളായിട്ട് പല മെന്റൽ. അപ്പൊ അതിനെ കുറിച്ച് പാസ്റ്റർ ഒന്ന് പറയാം. ലൈക്ക് സിൻസ് യു ആർ ഡീലിംഗ് വിത്ത് സോ മെനി പീപ്പിൾ, യു നോ ദാറ്റ് ദർ ആർ മെനി സിക്നസസ് ദാറ്റ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദി traumas and things, fears that happen. So if you can take us through that. ഫിയറിന്റെ മറ്റൊരു ഒരു ഘടകം പലപ്പോഴും രക്തം കാണുമ്പോൾ ചിലർ പെട്ടെന്ന് തലയിറങ്ങി വീഴുന്നു. അത് ആ വ്യക്തിയുടെ അകത്ത് ആ ഫിയർ അത്രമാത്രം എഫക്റ്റഡ് ആണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. രക്തം കാണുമ്പോൾ, അല്ല ഇഞ്ചക്ഷൻ എടുക്കാൻ വരുമ്പോൾ, രക്തം എടുക്കുന്ന കാണുമ്പോൾ ബോധം കെട്ട് ബോധക്ഷയമാകുന്നു. ഭയങ്കര ഹെവി ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെടുന്നു. ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകാൻ പോകുന്നെന്ന് കേൾക്കുമ്പോൾ കൊളാപ്സ് ആകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം അതിൻ്റെ ഒരു അഫക്റ്റാണ്. അതുപോലെ തന്നെ സിക്നസ്സുകൾ പലപ്പോഴും നമ്മുടെ ഈ സ്കിൻ ഡിസീസുകൾ പലതും ഈ അതിനകത്ത് ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ഭയം, ഈ നമുക്കറിയാം പലരും ചൂഷണം ചെയ്യപ്പെടുന്നത് പോലും കുട്ടികളാകട്ടെ അവരോട് പറയും നിങ്ങൾ ഇതനുസരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഇത് കണ്ടത്, ഇപ്പോൾ ഒരു ഫിസിക്കൽ അബ്യൂസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു വേണ്ടാത്തത് കണ്ടു, അപ്പോൾ ഇത് കണ്ട ആളോട് പറയും നീ ഇതാരോടും പറഞ്ഞാൽ ബ്ലാക്ക് മെയിൽ ചെയ്താൽ കൊന്നുകളയും. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ഭയത്തിനകത്ത് പലതും തുറന്നു പറയാതെ, പ്രത്യേകിച്ച് ചില ഭയത്തിൻ്റെ കാരണങ്ങൾ
എനിക്ക് ആ പൊസിഷൻ നഷ്ടപ്പെടുമോ ഇത് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചാൽ? അപ്പോൾ അതെല്ലാം ഭയത്തിൻ്റെ പല ലക്ഷണങ്ങളാണ്. അപ്പോൾ അവരതിനെ എല്ലാം സപ്രസ് ചെയ്യും, അകത്ത് ഒതുക്കും. ജീവിതത്തിലെ പല കാര്യങ്ങളും ഇന്നും ആരോടും തുറന്നു പറയാതെ, പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്താകൂ, അല്ലെങ്കിൽ ആ സ്നേഹബന്ധം നഷ്ടപ്പെടുമോ, ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമോ എന്നൊക്കെ കരുതിയിട്ട് ആ ഭയന്നകത്ത് ഇരിക്കുന്ന ഒരു അനുഭവമാണ്. ഈ പലപ്പോഴും ഈ ഹസ്ബൻഡ് ആൻഡ് റിലേഷൻഷിപ്പിനകത്ത് തന്നെ ഭർത്താവ് എന്നെ ഭയപ്പെടുന്ന, ഭയങ്കരമായി ഭർത്താവിനെ ഭയപ്പെടും. കാരണം ഭർത്താവ് ഒരു ക്രൂരനെ പോലെ പെരുമാറാം, അല്ലെങ്കിൽ ഉപദ്രവിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പല സംഭവങ്ങളും തുറന്നു പറയാൻ കഴിയാതെ സപ്രസ് ചെയ്യുക. അപ്പോൾ ഒരു അടിമകളെ പോലെ ജീവിക്കുക. കുട്ടികളാണെങ്കിൽ തന്നെ ചിലപ്പോൾ ചില അപ്പനമ്മമാരെയും അധികമായി ഭയപ്പെടുക. അവർ ഉപദ്രവിക്കുമ്പോൾ ചിലപ്പോൾ അവർ ക്രൂരമായി ഉപദ്രവിക്കുന്ന, അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവർ സപ്രസ് ചെയ്യുമ്പോൾ അത് ഫിസിക്കലി എന്ത് ചെയ്യും, പല രോഗങ്ങളായിട്ട്, ക്യാൻസറുകളായിട്ട് പ്രത്യക്ഷപ്പെടും, സ്കിൻ ഡിസീസുകളായിട്ട്. ആസ്മറ്റിക് ഭയങ്കര അതിൻ്റെ ഒരു ലക്ഷണമാണ്. ഭയമുള്ളവരെ ലൈഫിൽ ആസ്മാറ്റിക് ആയിട്ട്. ഒരിക്കലും ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, ഒരു കുട്ടിക്ക് ചെരുപ്പിടുമ്പോഴെല്ലാം അലർജി ഉണ്ടാകും. അപ്പോൾ ആ കൗൺസിലർ, ആ കുട്ടി ചില നാളുകൾക്ക് ശേഷം ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ ഏത് ചെരുപ്പിട്ടാൽ, ഇപ്പം ചില ബ്രാൻഡിട്ട് ഉണ്ടാകാം, പക്ഷേ ചെരുപ്പിട്ടാൽ അലർജിയാണ്. അപ്പോൾ ആ കുട്ടിയെ കൗൺസിലറിൻ്റെ അടുക്കലെത്തുമ്പോൾ ആ കൗൺസിലർ സംസാരിക്കുന്ന സമയത്ത് കൗൺസിലറിന് മനസ്സിലായി അമ്മയെ അപ്പൻ ചെരുപ്പൂരി ആണ് അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കുഞ്ഞിലെ കണ്ടു വളർന്ന ആ കുട്ടിയുടെ അകത്ത് ചെരുപ്പിട്ടാൽ അലർജിയാണ്. നേരത്തെ പറഞ്ഞ OCD എന്ന് പറയുന്നതും അവിടെ മനസ്സിനകത്ത് കുഞ്ഞുനാളിലേറ്റ ഒരുപക്ഷെ ലോൺലിനെസ്, അപ്പനമ്മമാർ വേർപിരിയപ്പെട്ടത്, അപ്പൻ നഷ്ടപ്പെട്ടത്, ഡിവോഴ്സായത്, ഒറ്റയ്ക്ക് വളർന്നു വരുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് പാരൻസ് പുറത്തിറക്കാതെ. ഇപ്പോൾ ചില പാരൻസ് ഉണ്ട്, ഈവൻ യങ്സ്റ്റേഴ്സ് ആയാൽ പോലും അവരോട് ബൈക്ക് ഓടിക്കരുത്, ബൈക്ക് ഓടിച്ചാൽ ആക്സിഡൻറ്റ് വരും. അപ്പോൾ മറ്റുള്ളവർ ആ കുട്ടികൾ ഓടിക്കും, ഇവരെ വീട്ടിനകത്ത് ഒതുക്കി വെച്ച്. അപ്പോൾ ഇതെല്ലാം സപ്രസ്ഡായി വരുമ്പോൾ പലരുടെയും അകത്ത് നമ്മൾ ഒരു സ്പ്രിങ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴെങ്കിലും അതെന്ത് ചെയ്യും, അതിൻ്റെ ഒരു അവസരം വരുമ്പോൾ ഇത് പൊട്ടുന്നത് പോലെ അകത്ത് പല സിക്നസ്സുകളായിട്ട്. സപ്രസ് ക്രൈങ് എന്ന് പറയുമല്ലോ, അകത്ത് ഭയങ്കരമായിട്ട് അവർ അകത്തുനിന്ന് ഭയങ്കര കരച്ചിലായിരിക്കും, പക്ഷെ പുറത്ത് ചില പാരന്റ്സ് പറയും മിണ്ടിപ്പോയിക്കല്ലേ, ഒരു അക്ഷരം മിണ്ടിപ്പോയിക്കല്ലേ. അവർ ചിലപ്പോൾ തുറന്ന് സംസാരിക്കാൻ പേടിക്കുകയായിരിക്കും. ഭവനത്തിന്റെ അകത്ത് തന്നെ ചിലപ്പോൾ ദേ മൈറ്റ് ബി വിസ്പറിങ്. അങ്ങനെ പിടിച്ച് വെക്കുന്നവർക്ക് അത് ചിലപ്പം ആസ്മ ആയിട്ട് പുറത്തു വരാം, മൈഗ്രെയിൻസ്, അങ്ങനെ ഒത്തിരി പല മേഖലകളിലും. അപ്പോൾ അങ്ങനെയുള്ള സ്പിരിച്വൽ മേഖലകളിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കാണുന്ന ഹൊറർ ഫിലിംസ്, അപ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ പോലും ചിലപ്പോൾ ചില സീനുകൾ കണ്ടിട്ട് രാത്രിയിൽ അവർ കിടന്ന് നിലവിളിക്കുന്ന നമുക്ക് കാണാം. റീൽസുകൾ കണ്ടിട്ട് അവര് അതിനെ ഹൊറർ, ഇപ്പോൾ അതിലേക്ക് അട്രാക്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ ഒരു കുട്ടിയെ എനിക്ക് അറിയാമെന്നുള്ളത്, ഇത് ഭയങ്കരമായിട്ട് കാണാനുള്ള ടെൻഡൻസിയാണ്. കാണും, പക്ഷേ രാത്രിയിൽ എന്തില്ല, രാത്രിയിൽ ഭയന്ന് നിലവിളിക്കും. എന്നാൽ പിറ്റേ ദിവസം പിന്നെയും കാണും. ഇതിപ്പം കുട്ടിയുടെ കാര്യമാണ്. എനിക്കറിയാവുന്ന ഒരു യൗവനക്കാരൻ, അതിന്റെ കുട്ടിക്കാലത്ത് ഒരു ഗാർഡന്റെ അകത്തെങ്ങാണ്ട് പോയപ്പം ഒരു സ്ത്രീയെ കണ്ടതും അങ്ങനെ ഒരു പേടി എങ്ങാണ്ട് വന്നു. ഇന്നും ഈവൻ ഇൻ ഹിസ് 30s ഈ ഭയം മാറിയിട്ടില്ല. അവർ പറയണത് ഇങ്ങനെയാണ്, ദാറ്റ് എന്താ പറയണ്ടേ, ഒറ്റയ്ക്ക് പോയി ഒരു റൂമിൽ ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ ആരെങ്കിലും കൂടെ ഇല്ലെങ്കിൽ ഇന്നും ലൈറ്റ് ഓഫ് ആക്കി കിടക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇവർക്കെല്ലാം ഇത് കാണാൻ ഭയങ്കര ടെൻഡൻസി. അതെ, they are attracted to it but they are scared of it. പക്ഷെ അവരിന് ഒരു വ്യക്തി കൂടെ ഇല്ലെങ്കിൽ അടുത്ത റൂമിൽ പോവുകയോ അടുത്ത ഒരിടത്തും പോവുകയോ ഒറ്റയ്ക്ക് കിടക്കുകയോ ഒന്നും ചെയ്യില്ല. പക്ഷെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ആ ഫിയർ ഇതെല്ലാം അവരുടെ ക്യാരക്ടേഴ്സിനെ ബാധിക്കും.
അവർ വളർന്നു വരുന്ന ക്യാരക്ടേഴ്സ് അവർക്ക് ഒറ്റയ്ക്ക് ഒരിടത്ത് സഞ്ചരിക്കാൻ ഭയമായിരിക്കും. എനിക്ക് ഒരു വ്യക്തി എനിക്ക് അറിയാവുന്നുള്ളത്, വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം പുള്ളി പറയും എൻ്റെ കൂടെ ആരോ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലങ്ങളിൽ എന്നെ നിഴൽ പോലെ ആരോ പിന്തുടരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇതെല്ലാം ഹൊറർ ഫിലിമുകളിൽ നിന്ന് അവരുടെ ഉള്ളിൽ കയറിയിരിക്കുന്നതും അതെല്ലാം ക്യാരക്ടേഴ്സ് അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു, വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നു, അവരുടെ എക്സ്പെക്റ്റേഷൻ, അവർക്ക് ഭയങ്കര വിഷൻ ഉണ്ടാകും, പക്ഷേ അതിലെത്തിപ്പെടാൻ കഴിയാതെ ഇതെല്ലാം സ്ട്രഗിൾ ചെയ്യും. ഇതിനെല്ലാം നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ ഇൻ ദ സെൻസ്, നമ്മൾ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്നവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അവർ എക്സെപ്ഷണൽ എന്താ പറയണ്ടേ, എക്സെപ്ഷണൽ പെർഫോമേഴ്സ് ആണ്. പക്ഷെ ഈ എക്സെപ്ഷണൽ പെർഫോമൻസിന്റെ പുറയിൽ വർക്ക് ചെയ്യുന്ന എന്താണ്, ദ ഫിയർ ദാറ്റ് ഐ മൈറ്റ് ഫെയിൽ, ആൻഡ് ഇഫ് ഐ മൈറ്റ് ഫെയിൽ, ആ ഒരു പേടിയും കണ്ട് അവർക്കുണ്ടാകുന്ന കുറേ ഫിസിക്കൽ ഇഷ്യൂസ് ലൈക്ക് BP ഹൈ ആകുന്നു, സഡൻ ആയിട്ട് വീഴുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമാകുന്നു. അപ്പം there are some of those things as well, I think so. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ ഫിയറിനകത്തു നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും നിശ്ചയമായിട്ടും. ഈ സിറ്റുവേഷനുകളിൽ നിന്ന് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഡീൽ ചെയ്യുന്ന പല എക്സ്പീരിയൻസും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞു എനിക്ക് മുമ്പൊരു റാഗിങ്ങിൽ പെട്ട ഒരു വ്യക്തിയെ കണ്ട ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതേ എക്സ്പീരിയൻസിൽ മറ്റൊരു വ്യക്തി വന്നപ്പോൾ അതിനെ നമുക്ക് ഈസിയായി ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വ്യക്തിയെ എനിക്കുണ്ടായ ഭയമാണ് വ്യക്തിയെ വീൽ ചെയറിലിരുത്തി എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇവനും അടുത്തൊരു റാഗിങ് കേസ് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഇവനും ഇതുപോലെ ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഉള്ള അതിനൊരു സൊല്യൂഷനുണ്ട്. ഈ ഫിയറിനകത്തു നിന്ന് എല്ലാ മനുഷ്യരുടെ ഏത് തരത്തിലുള്ള ഫിയർ ആണെങ്കിലും അതിനകത്തു നിന്ന് പുറത്തു വരാനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്പിരിച്വൽ ഗൈഡൻസ്, സ്പിരിച്വൽ ആസ്പെക്റ്റ്, ഒരു സ്പിരിച്വൽ ലൈനകത്ത് ഇത് പലതിനും മെൻ്റലി ബാധിക്കുന്ന ഘടകങ്ങളാണ്. ഈവൻ സ്പിരിച്വൽ, ഞാൻ പറഞ്ഞു വന്ന സ്പിരിച്വാലിറ്റിക്കകത്ത് ഇപ്പോൾ ചില ആൾക്കാർ ഒറ്റയ്ക്കിരുന്ന് ശക്തമായി പ്രാർത്ഥിക്കുന്നു, പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു, അവർ ഭയപ്പെടുന്നു, പിശാചു വന്നെന്ന് പറയുന്നു. അപ്പോൾ ഈ ആത്മീയ ഗോളത്തിനകത്തും രണ്ട് തലങ്ങളുണ്ട്. രണ്ട് തലങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയപ്പെടുത്തുന്ന സ്റ്റോറികളും മെസ്സേജുകളും, അങ്ങനെ അതിനെ ഇപ്പോൾ ഡീമൺ സ്പിരിറ്റ്, ലൂസിഫർ, ഡാർക്ക്നെസ്, ആക്സിഡൻ്റൽ സ്പിരിറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രോഫസികൾ, ഇങ്ങനെയുള്ള മെസ്സേജസുകൾ, ഇതെല്ലാം ദൈവസ്നേഹത്തെക്കാൾ ഉപരി അവരെ ഭയത്തിലേക്ക്, സ്പിരിച്വൽ മേഖലയിലുള്ള ഒത്തിരി പേര് അവർ ദൈവഭാഗത്തേക്ക് വന്നിട്ട് പോലും എന്ത് ചെയ്യുക, ഫിയറിനകത്തേക്ക് മാറി, കേഴ്സ് പോലെ അവരുടെ അതിനകത്ത് അവരുടെ ഫ്യൂച്ചറെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി മേഖലകളാണ്. അപ്പോൾ ഈ വിഷയങ്ങൾക്കകത്തു നിന്ന് ഈസിയായിട്ട് നമുക്ക് പുറത്തു വരാൻ കഴിയും. ഒന്ന്, അവരുടെ ഏത് മേഖലകളിലാണ് അവർക്ക് ആ ഫിയർ ഉണ്ടായത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഒറ്റ ദിവസം കൊണ്ട് പ്രാർത്ഥിച്ച് ഫിയർ മാറുകയോ അല്ലെങ്കിൽ ആ ചിന്താഗതികൾ മാറുകയോ ചെയ്യാൻ സാധ്യതകളില്ല. അതിനകത്ത് നമുക്ക് വ്യക്തമായി ഗൈഡൻസുകളിലൂടെ ഏതാണ് അതിൻ്റെ റൂട്ട്, എവിടെ നിന്നാണ് ഇത് ആരംഭിച്ചത് എന്ന് ദൈവത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ചുകൊണ്ട് നമ്മൾ അത് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞുനാളിലായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായി ഉണ്ടാകുന്ന ഫിയർ, അപ്പനമ്മമാർക്ക് ഉണ്ടായിരുന്ന ഫിയർ കണ്ടിന്യൂ ചെയ്യപ്പെടുന്ന, നമ്മൾ കൗൺസിലിംഗിന്റെ സമയത്ത് അത് പരിശുദ്ധാത്മാവ് റിവീൽ ചെയ്യാറുണ്ട്. അത് നമ്മൾ ആ പ്രാർത്ഥന, അതുകൊണ്ടാണ് നമ്മളുടെ ഒരു സെക്കുലർ കൗൺസിലിംഗ് പോലെ അല്ലല്ലോ, നമ്മൾ ആശ്രയം വെക്കുന്നത് ദൈവത്തിനാണ്. അപ്പൊ ദൈവം അതിനെ റിവീൽ ചെയ്യും. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പോൾ ഏത് മേഖലകളിലാണ് ആ വ്യക്തി കടന്നു പോകുന്നതെന്ന് അറിയത്തില്ലാത്ത ഡീപ്പായിട്ടുള്ള ചില, ഇപ്പോൾ ബൈ ബർത്ത്
അത് ആ കുഞ്ഞിന്റെ ബോധം വരുന്നതിന് ഉണ്ടായ ഭയമാകാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പനമ്മമാരുടെ പ്രഗ്നൻസിയിലിരിക്കുമ്പോൾ അപ്പനമ്മമാരിലുണ്ടായ വഴക്കുകൾ, പ്രശ്നങ്ങൾ, ശബ്ദങ്ങൾ, ഇതൊക്കെ ചില കുട്ടികൾ ജനിക്കുമ്പോഴേ അവർ ശബ്ദം കേൾക്കുമ്പോൾ ഭയം. അപ്പോൾ ആ വീട്ടിലുണ്ടായ ലഹളകൾ, വഴക്കുകൾ, ഇതൊക്കെ ഗർഭത്തിലിരുന്ന കുഞ്ഞിനെ ബാധിച്ചു. ഈ കുഞ്ഞിനോട് ഭയം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എവിടെ നിന്നാ മറുപടി കിട്ടുന്നത്? പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നപ്പോൾ തുടങ്ങിയ വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുകയും അത് ജസ്റ്റ് പ്രാർത്ഥിച്ചു വിടുകയല്ല അതിൻ്റെ സൊല്യൂഷൻ. ഈ ഭയങ്ങളെ പുറത്താക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചു വിടുന്നതല്ല. അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കി അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യണം. ഒരു പിശാചിനാൽ പൊസസ്ഡ് ആയി എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തിയെ പ്രാർത്ഥിച്ച് പിശാച് പോയാലും ആ വ്യക്തി അതുപോലെ ആക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പിശാച് പോയില്ലേ എന്ന് തോന്നാം, പക്ഷെ അതുപോലെ ആക്ട് ചെയ്യുന്നത് ആ വ്യക്തി അതിനെ എന്ത് ചെയ്യുന്നു, ഹാബിറ്റായി മാറി, അത് ക്യാരക്ടറായി മാറി. അപ്പോൾ ആ വ്യക്തിയോട് പിശാച് മാറിയെന്ന് പറഞ്ഞാലും അടുത്ത പിന്നെയും അതേ ആക്ട് ചെയ്യും. അപ്പം നമ്മളവിടെ വ്യക്തമായി അതിനെ തിരിച്ചറിഞ്ഞ് ഗൈഡ് ചെയ്ത്, ഇപ്പോൾ അവർ ഒറ്റപ്പെട്ടവരാണോ, അവർക്കൊരു ദൈവമുണ്ട്, ഒരു പിതാവുണ്ട്. നേരത്തെ പറഞ്ഞ അപ്പനമ്മമാരിൽ നിന്ന് സംഭവിച്ച വിഷയങ്ങളൊക്കെ അവരെ നമ്മൾ പിതാവായ ദൈവവുമായി കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരാളുണ്ട് അവരുടെ കൂടെ. നേരത്തെ പറഞ്ഞ നിഴൽ പോലെ പിശാച് നടന്നു അല്ലെങ്കിൽ എന്തോ നടക്കുന്നു എന്ന് പറയുന്ന ഇടത്ത് നമ്മൾ അവരെ റീപ്ലേസ് ചെയ്യുകയാണ്. ആരെയാണ്? പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പോൾ ആരുമില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിക്ക് എനിക്കിനി എൻ്റെ കൂടെ എന്നെ നടത്തുന്ന ഒരാളുണ്ട് എന്ന ആ ബലവും ധൈര്യവും അതാണ് നമ്മുടെ സ്പിരിച്വൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ ജസ്റ്റ് പറയുകയാണ്, പക്ഷെ അവർ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ലൈക്ക് സംബഡി ഈസ് വിത്ത് മീ എന്നുള്ള ആ എക്സ്പീരിയൻസ് അവർക്ക് ഈ സെഷൻസും ഇങ്ങനത്തെ സമയങ്ങളും ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അവരെ അതിൻ്റെ റൂട്ട് മനസ്സിലാക്കി അവരെ ദൈവത്തിലേക്കും പരിശുദ്ധാത്മാവിലേക്കും അവരെ കൊണ്ടുവരികയും ആ റാഗിങ്ങിൽ വന്നൂടെ മെൻ്റലി ഡിപ്രസ്ഡായി വന്നതിനോട് അവനെ ചേർത്ത് നിർത്തിയേ പറ്റൂ. അവനെ ഇനി ആരും ഒന്നും ചെയ്യാൻ വരില്ല എന്നൊരു കോൺഫിഡൻസ് കൊടുത്ത് നമ്മളെ കൂടെ നിർത്തി അവനെ ഇനി കഴിയും, നിനക്ക് പുറത്തു വരാൻ കഴിയും, നിനക്ക് പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ദൈവം അതിനകത്ത് ഡീൽ ചെയ്യും. അപ്പോൾ അകത്ത് നിന്ന് ഭയം പുറത്താകും തോറും ആ ദൈവസ്നേഹം അകത്തൊഴുകാൻ തുടങ്ങും. തികഞ്ഞ ദൈവസ്നേഹം ഭയത്തെ പുറത്താക്കും. അപ്പോൾ ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിനകത്തേക്ക് കണക്ട് ചെയ്ത് അപ്പോൾ എൻ്റെ ലൈഫ്, ഒത്തിരി പേരുടെ ലൈഫ് ഒരുപക്ഷെ അവരുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകേണ്ട വിഷയങ്ങൾ, അവർ ഒരു ഡീമൺ പൊസസ്ഡ് ആണെന്ന് ചിന്തിച്ച് മനസ്സ് കംപ്ലീറ്റ് അതിനകത്ത് അഡിക്റ്റഡായി അതുപോലെ ജീവിച്ച വ്യക്തികൾ. എൻ്റെ അടുക്കൽ വന്നൊരു ഒരു +2 പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞത് ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്. പക്ഷേ അവനോട് സംസാരിച്ച് ചില ദിവസങ്ങൾ കൊണ്ട് അവൻ്റെ വ്യക്തിത്വത്തിൽ വേറൊരു വ്യക്തിത്വമായിട്ടാണ് വരുന്നത്. പക്ഷെ സംസാരിക്കുകയും കെയർ ചെയ്യുകയും കംഫർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യുകയും അവൻ ആരാന്നും അവൻ്റെ വ്യക്തിത്വം, അവന് അകത്ത് അവൻ്റെ ഒരു വ്യക്തിത്വം, ആ വ്യക്തിക്ക് ഒരു വ്യക്തിത്വമുണ്ടെന്ന് പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കി പുറത്തു കൊണ്ടുവരാനും അങ്ങനെ ഒത്തിരി പേര് രക്ഷപ്പെട്ടു. ഒരു കാര്യം കൂടി ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു പാസ്റ്റർ പറഞ്ഞപ്പോൾ, ഇപ്പം ഒരാൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ വന്ന് ഇങ്ങനെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സ് വെച്ചാലേ വരാൻ പറ്റുള്ളൂ. പക്ഷെ there is another category, അവർ ചിന്തിക്കുന്നു എന്നെ പോലെ ഐ ഹാവ് ബീൻ സോ റോങ് ഇൻ മൈ ലൈഫ്, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്ത കാരണം എനിക്ക് ഈ ദൈവത്തിനെ എന്തോ പറ്റില്ല, ഈ ദൈവം പോലും എന്നെ സ്വീകരിക്കില്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നുകൂടെ ആവശ്യം ആരുടെയാണ്? ദൈവത്തിന്റെ ആവശ്യമാണ്. ബട്ട് ദ ഫിയർ ദാറ്റ് ഈവൻ ഗോഡ് ഡസന്റ് വാണ്ട് മീ, ആ ഒരു പാപത്തിന്റെ അതും വലിയൊരു ഘടകമാണ്. പാപത്തിന്റെ ഭയം, പാപഭയം, ഗിൽറ്റി കോൺഷ്യസ്. അപ്പോൾ അവരുടെ ലൈഫിനകത്ത് ദൈവം എന്നെ സഹായിക്കില്ല,
മറ്റുള്ളവരെല്ലാം നല്ലവരാണ്, ഞാൻ ഭയങ്കര പാപിയാണ്, പാപഭയം വർത്തി. അപ്പോൾ അത് കൊണ്ട് തന്നെ അവരെല്ലാത്തിൽ നിന്നും, ഒരു സ്പിരിച്വൽ മേഖല എല്ലാത്തിൽ നിന്നും അകന്ന് അവർ പിന്നെയും പിന്നെയും തെറ്റിലേക്കും പാപത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി മേഖലകൾ. അപ്പോൾ നമ്മൾ ഒരു സ്പിരിച്വൽ റിലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നല്ലവരെ അല്ല, ഒരു പെർഫെക്റ്റ് ഒരു പേഴ്സണ് എല്ലാ കാര്യങ്ങളും ദൈവത്തെ ആവശ്യമില്ല. പക്ഷേ ഒരു പാപിയായ ഒരു മനുഷ്യന് അവനെയും സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള, അപ്പോൾ അവൻ ആ പാപഭയം മാറിയിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് ഒരു സ്പിരിച്വൽ കൗൺസിലിങ്ങും. ഈ ഫിയറിൽ നിന്ന് നമുക്ക് വളരെ ഈസിയായി, കാരണം ഏതൊരു വ്യക്തിയും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മളെ പിന്തുടരുന്ന അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുനാൾ മുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ ഏതെങ്കിലും കാലഘട്ടങ്ങളിലോ ഒക്കെ നമ്മൾ അഫക്റ്റ് ചെയ്ത ഈ ഫിയർ അകത്തുണ്ടാകാം. അത് നമ്മൾ തുറന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കിയിട്ട് ഓവർകം ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാം തന്നെ ഹീൽ ടു ഹീൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തന്നെ അതിലേക്ക് ആൾക്കാരെ അതിലേക്ക് അങ്ങനെയുള്ള അനുഭവത്തിലിരിക്കുന്ന അല്ലേ, അതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. അവരെ ഗൈഡ് ചെയ്യാനും കംഫർട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാനും നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. അവരെ ഇപ്പം പറ്റില്ല, എനിക്ക് ആരും ഇല്ല എന്ന് പറയുന്നവരുടെ കൂടെ നമ്മളുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട് ടു ദി പീപ്പിൾ ഐ ടോക്ക് ടു, നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും ഒത്തിരി മോട്ടിവേഷണൽ സ്പീച്ചസ് ഉണ്ട്. ആ മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് കുറച്ച് നേരത്തേക്ക് നമുക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട്, അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് മോട്ടിവേറ്റ് ആകും, ഐ ട്രൈ ടു ചേഞ്ച് മൈ തോട്ട്സ് ഒക്കെ. പക്ഷേ ദ പവർ ഓഫ് മോട്ടിവേഷണൽ സ്പീച്ചസ് ക്യാൻ ഗോ, അത് ഫേഡ് ആകും ഇച്ചിരി സമയം കഴിയുമ്പോൾ. അവിടെയാണ് വേർ ഐ വോണ്ട് ടു കം ആൻഡ് സേ ദിസ് ടു യു ദാറ്റ് just my motivation is not going to heal you. The power of God, the creator God, is very important. അപ്പോൾ ഈ പ്രോഗ്രാം ഹീൽ ടു ഹീൽ എന്ന ഈ പ്രോഗ്രാമിൽ what I want to convey to you is that you can hear a lot of motivational speeches, but you need the power of God to be healed. ദൈവത്തിൻ്റെ ശക്തി വന്ന് ഇറങ്ങിയാൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥമായിട്ടൊരു സൗഖ്യത്തിലോട്ട് പോകുള്ളൂ. ആ ആന്തരിക സൗഖ്യം, അത് ഇന്നർ ഹീലിംഗ് വിൽ ഹാപ്പൻ when God will touch the broken places in your heart. ആ മുറിവേറ്റപ്പെട്ട സ്ഥലം, ആ ഭയം ഉണ്ടായ ആ നിമിഷം, അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ട് ദൈവസാന്നിധ്യം ഇറങ്ങി അവിടെ ഒരു സൗഖ്യം നടക്കണം. യുവർ ക്രിയേറ്റർ ഗോഡ് നോസ്, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് ഏറ്റവും നന്നായി അറിയാം ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ വി ഹേർഡ് അബൌട്ട് ലോട്ട് ഓഫ് ഫിയേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിയേഴ്സ്. നമ്മൾ ഈ സംസാരിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ കേട്ടോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇതെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നെങ്കിൽ പറഞ്ഞാൽ ദിസ് ഇസ് ഗോഡ്സ് ഇൻ്റർവെൻഷൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എനി കൈൻഡ് ഓഫ് ഫിയർ, അത് കുഞ്ഞുകുട്ടിയാകട്ടെ, മിഡ് ഏജ് ആകട്ടെ, ഓർ ഓൾഡ് പീപ്പിൾ, എനി കൈൻഡ് ഓഫ് ഫിയർ, എനി ഏജ്, എനി ജെൻഡർ, ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ട്. there is a solution for everything, and we are talking out of experience. Pastor Shiju ആണെങ്കിലും ഞാനാണെങ്കിലും we have come across lot of people and we have seen them coming out of that fear, different kinds of fear. And ഇന്ന് അവർ നല്ല ഒരു ലൈഫ് ജീവിക്കുന്നുണ്ട്. ഇന്ന് നല്ല ഒരു ലൈഫ് അവർ they are leading a good life. Okay, so I want to encourage you today, if at all you are able to relate to what we were saying and you need help, I want to tell you that Heal to Heal is there for you. You can always get in touch with us. നമ്മുടെ ഓരോ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, Instagram, Facebook, YouTube, you have all our details, and even during this podcast you can find our details here itself. Every Sunday 4:30 p.m. to 6:30 p.m. we will be available at Flamingo Inn opposite UST on the Karakuttam highway. So if you feel that whatever we spoke about was about you, then we request you to contact us and we are able to help you. That is the only purpose that we have, and we don't charge you anything. We just want to see a difference in the lives of people, and we encourage, if not you, ningalkalla, ningada bhavanattil അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോ നിങ്ങളുടെ കൂട്ടുകാരോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, please get them to us. We want to 100% tell you that you are going to see
healing. So welcome you to Heal, and meet you again in future with many more such topics that will help you build your life. God bless you.